ആത്മക്കെട്ട് തുറക്കണം. സാധാരണ മനുഷ്യന് കാരാഗ്രഹത്തിൽ കിടന്ന് ആമത്തിലും ചങ്ങലയിലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ക്ഷീണം വരും. 39 അടി 5 വീതം കൊണ്ടിട്ട് ആ അപ്പോസ്തലൻ അർദ്ധരാത്രിയിലിരുന്ന് പാട്ടുപാടി സ്തുതിച്ചത് അവൻ്റെ ആത്മമനുഷ്യൻ വെളിപ്പെട്ടതുകൊണ്ടാ. അവൻ്റെ വിളി അവൻ അറിയാം. ചുമ്മാതല്ല ഇതിനകത്ത് കയറുന്നത്. മറ്റു പലരും എന്തെല്ലാം പറയും, അയ്യോ പൗലോസല്ലേ സുവിശേഷം പറയുന്നതല്ലേ, ഇപ്പതേ കാരാഗ്രഹത്തിൽ കിടക്കുക എന്നുള്ള വർത്തമാനം പറയുമ്പോഴും പോളിനറിയാം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എനിക്കെതിരെ വരുന്ന ഒരു വാക്കുകളെ, എനിക്ക് പ്രതികൂലമായിട്ട് വരുന്ന ഒരു വാക്കുകളെ പൗലോസ് അതിനുവേണ്ടി ചെവി കൊടുത്തില്ല. മറിച്ച് ഞാൻ എന്നെ വിളിക്കാത്തായിരിക്കുന്നത്, ഞാൻ ഇവിടെ കയറണം, ഈ കാരാഗ്രഹത്തിൽ കയറണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഞാൻ ഇരിക്കുന്നത് ഉറപ്പുള്ളവൻ ആ വിളിക്കകത്ത് നിന്ന് ആരാധിച്ചപ്പോൾ അവനെ കുറച്ചു സമയം ഒതുക്കി വെച്ച കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ പൊട്ടിച്ചുകൊണ്ട് ദൈവം അവനെ പുറത്തെടുത്തെങ്കിൽ ഇന്ന് ഞാൻ പറയുവാ, നിന്നെ ഒതുക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന്, നിന്നെ പൂട്ടിയിട്ട മേഖലയ്ക്കകത്തുനിന്ന് ഇന്ന് നീ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നീ വിളിയെ